നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാകുമെന്നുള്ള പ്രതീക്ഷ അതിനൊരു തീർച്ചയായിട്ടുള്ള ശമനമുണ്ടാകുന്ന റിസൾട്ടാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴും അങ്ങനെയാണ്. ഇന്ത്യ ഏതെങ്കിലും ഏകാധിപത്യ നടപടികളോടോ അല്ലെങ്കിൽ മുട്ടാപ്പോക്ക് നയങ്ങളോടോ ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൃത്യമായിട്ടും. ഇനി അങ്ങോട്ടുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കമാണ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന നേതാക്കളെല്ലാം യോഗം ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ പരസ്പര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത നിലവിലുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം ഉള്ള കാര്യം യോഗം ചേരുക, കോൺഗ്രസ് മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ, മറ്റ് കക്ഷികളെല്ലാം കൂടി ആലോചിച്ച് എന്താണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്തായാലും നമ്മൾ ഒരു സംശയവും വേണ്ട, ജനാധിപത്യത്തിന് ചെറിയ തോതിൽ പോലും പുറലേൽപ്പിക്കാനോ ഭരണഘടനയെ തൊടാനോ ഇനി ഒരാൾക്കും കഴിയാത്ത വണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുണ്ട്. ഈ വിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് വ്യക്തിപരമായിട്ടുള്ള എതിരായിട്ടുള്ള വിധിയാണ്. അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് വിധി. അദ്ദേഹം കുട്ടികൊഴിച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വന്നിറങ്ങി. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും വേണ്ടി ഇത്രയേറെ നീചമായ പ്രയോഗങ്ങൾ. പക്ഷെ അതെല്ലാം ഒരു പരിധി വിട്ട് പോയാൽ ജനം കൂടെ ഉണ്ടാകില്ല തെളിവാണ് വാരാണസിയിൽ പോലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വീഴ്ച. ഉദ്ധവ് താക്കറെ ഇപ്പോൾ മുംബൈയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിശ്ചയിക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറയുന്നു. RJD നേതാവ് മിർസ ഭാരതി പറയുന്നു ഞങ്ങൾ JDU തിരിച്ചു വരുന്നതിനകത്ത് അത് വിയോജിപ്പില്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു ചർച്ചകൾക്കുള്ളൊരു ഓപ്പൺ സ്പേസ് കിടക്കുകയാണല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണെന്നുള്ളത് കൂടി ആലോചിക്കട്ടെ. ഓരോ പാർട്ടികളുടെ അഭിപ്രായം എന്താണ്, ഓരോ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടി ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിനൊന്നും നമ്മളില്ല. ഒരു നിർണായക ഘട്ടത്തിൽ JDU ഇന്ത്യ സഖ്യത്തെ ഉപേക്ഷിച്ച് പോയൊരു പാർട്ടിയാണ്. അത്തരത്തിലൊരു പാർട്ടി എന്ത് വിശ്വസിച്ചായിരിക്കും ഈ ഘട്ടത്തിൽ കൂടെ കൂട്ടാൻ കഴിയും? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമാവേണ്ട കാര്യമില്ലല്ലോ. ആ സമയമാവട്ടെ, അപ്പോൾ പിന്നെ തീരുമാനിക്കാമല്ലോ. വലിയ രീതിയിലുള്ള പഴിചാരം നടക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് ഈ ഒരു BJPയുടെ വിജയത്തിന് വേണ്ടി ഇടയായത് എന്നുള്ള രീതിയിലുള്ള പഴിചാരം ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂർ കെ മുരളീധരൻ, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സജീവമായി നിൽക്കുന്ന രംഗത്തുനിന്ന് മാറി നിൽക്കുന്നു, ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ ഉള്ള പതിവ് അദ്ദേഹത്തോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും. ഈ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ ജയിച്ചല്ലോ, ഇനിയിപ്പോൾ ഏത് മണ്ഡലത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അങ്ങനെ തീരുമാനമായിട്ടുണ്ടോ? അതിപ്പോൾ എന്തായാലും തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മണ്ഡലത്തിൻ്റെ MP ആയിട്ടേ സ്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വരും ദിവസങ്ങളിൽ അത് തീരുമാനിക്കും. ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. വയനാടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു തീരുമാനം ഉണ്ടാകുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, 2 മണ്ഡലവും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ്. 2 മണ്ഡലവും, വയനാടായാലും റായ്ബറേലി ആയാലും. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ പഴയ മണ്ഡലമായ അമേത്തിയും. അപ്പോൾ അമേത്തിയും ഇതിൽ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്യൂണ് ജയിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇതിൽ സ്ഥാനാർത്ഥി പറഞ്ഞത്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധി നിർത്തുന്ന ഒരാൾക്ക് അമേത്തിയിൽ മത്സരിക്കാൻ കഴിയും. അദ്ദേഹം വളരെ സീനിയറായ നേതാവാണ്. നമ്മുടെ എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇപ്പോൾ PCC പ്രസിഡന്റുമാരായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ ഒരുപക്ഷ സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത എത്ര? ഈ വക സാഹചര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അടുത്ത യോഗം കൂടും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാർലമെൻ്ററി പാർട്ടി MPമാരുടെ യോഗം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുക്കുന്ന ഫോറത്തിൽ വെച്ച് തീരുമാനിക്കും. എന്തായാലും ഒരു സംശയവും വേണ്ട, ഇനി അങ്ങോട്ടുള്ള ആളുകൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ അല്ല, കോൺഗ്രസ്
ഉണർന്നെഴുന്നേൽക്കുന്ന ഭാരതത്തിൻ്റെതായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഞങ്ങൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. കോൺഗ്രസിന് പരമ്പരാഗതമായി കൈവിട്ടു പോന്നിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസിന് തുണച്ചു എന്നുള്ളതാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലും തെളിയിക്കുന്നത് കൃത്യമായിട്ട്. കേരളത്തിൽ ഇടതിന് വീണ്ടും തിരിച്ചടിയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. എങ്ങനെയാണ്? അല്ല, അതവർ പരിശോധിക്കണം, ആത്മപരിശോധന. ഞങ്ങളിതൊക്കെ പറയുന്നതാണ്. അവരുടെയൊക്കെ അജണ്ട തെറ്റിപ്പോയി അവരുടെ പ്രചരണ രംഗത്ത്. അവർ കേരളത്തിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരെയായിരുന്നു? രാഹുൽ ഗാന്ധിയല്ലേ. DNA പരിശോധന പോലും നടത്തുന്ന ആളെ സപ്പോർട്ട് ചെയ്യല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? ശരിയായിരുന്നോ? അവരുടെ ഫോക്കസ് എവിടെയായിരുന്നു കേരളത്തിൽ? ഒരു ദേശീയ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ CPM-ന്റെ ഫോക്കസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ചേർക്കുക, ഇല്ലാതാക്കുക. ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞങ്ങളും ആം ആദ്മി പാർട്ടിയും KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് കണ്ടത്.